We were discussing about the role of different members. We had already seen about the role of students and role of group members. Now coming to the teacher's role or the facilitator's role. The teacher's role is to help the group in order to establish itself, setting norms for the group function, ensuring group trust and attending to the group dynamics. So a group function proper ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യാണ് ആദ്യത്തെ റോൾ. Teachers, they need to know when to intervene and when to sit back and let the students resolve their own difficulties. So പലപ്പോഴും ടീച്ചേഴ്സിന് അറിയാൻ മേലാത്തൊരു കാര്യം ഇതാണ്, എപ്പോഴാണ് കുട്ടികളെ ഫ്രീ ആയിട്ട് വിടേണ്ടത്, എപ്പോഴാണ് ഇൻ്റർവീൻ ചെയ്യേണ്ടത് എന്ന് പലർക്കും പൊതുവെ അറിയണ്ടാവില്ല. So that is one of the other role of teacher. A teacher should know when to intervene and when to sit back and let the students resolve their own difficulties. The next is assessment of learning and facilitating achievement of goals. So learning ne assess ചെയ്യാനായിട്ടും കുട്ടികൾ സെറ്റ് ചെയ്ത ആ ഗോൾസിലേക്ക് എത്തിച്ചേരാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത റോൾ. So the teacher's role are helping with the group function, need to know when to intervene and when to sit back and watch, assessment of the learning and facilitate achievement of learning goals. Coming to the advantages of problem-based learning. The major advantages are it fosters active and cooperative learning. It fosters critical thinking and clinical reasoning. So the ഓരോന്ന് നമ്മൾ already പറഞ്ഞതാണ്. The next advantage is it stimulates students to use peer teaching and peer evaluation. സോ കൂട്ടുകാരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ പരസ്പരം സഹായിക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉപകരിക്കും. ഇറ്റ് ഇൻക്രീസസ് ദ എബിലിറ്റി ഓഫ് സ്റ്റുഡൻസ് ടു അപ്ലൈ നോളജ് ഇൻ ക്ലിനിക്കൽ സിറ്റുവേഷൻസ്. സോ തിയറി ക്ലിനിക്കൽ സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യാനായിട്ട് കുട്ടികൾ പഠിക്കും. ഇൻക്രീസസ് ദ സ്റ്റുഡൻസ് റെസ്പോൺസിബിലിറ്റി ഫോർ സെൽഫ് ഡയറക്റ്റഡ് പിയർ ലേണിംഗ്. സെൽഫ് ഡയറക്റ്റഡ് ലേണിങ്ങും പിയർ ലേണിങ്ങും എൻകറേജ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ഫ്ലെക്സിബിൾ നോളജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഡിഫറെൻറ്റ് കോണ്ടാക്ട്സ്. സോ ഒരു എക്സ്റ്റെൻസീവായിട്ടും ഫ്ലെക്സിബിളായിട്ടുമുള്ള നോളജ് ബേസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദിസ് നോളജ് ക്യാൻ ബി യൂസ്ഡ് അപ്പ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. Encourage students to work in groups. As we know or as we have discussed, here the students are working in small groups, so it improves the group dynamics. Helps to learn and comprehend new knowledge more effectively. So പുതിയ നോളജിനെ എഫക്റ്റീവായിട്ട് പഠിക്കാനും അതിനെ മനസ്സിലാക്കാനായിട്ടും ഈ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉപകരിക്കും. Increase student faculty interaction. So it enables good student faculty interaction and it also increases the motivation for learning. So കുട്ടികൾ തന്നെ പഠിക്കുമ്പോൾ പഠിക്കാനായിട്ടുള്ള അവരുടെ മോട്ടിവേഷനെ ഇത് ഇംപ്രൂവ് ചെയ്യും. So these are the different advantages of problem based learning. Coming to the disadvantages, it is a very time consuming process. So as we all know, ഒരു പ്രോബ്ലത്തിനെ ഉണ്ടാക്കണം, ആ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്ത് ഗ്രൂപ്പിൽ ഫങ്ഷൻ ചെയ്ത് സോൾവ് ചെയ്ത് അതിനെ അപ്ലൈ ചെയ്യാനൊക്കെ പഠിക്കണം. So it is highly time consuming. Students require orientation to perform the role effectively. So self-directed learning, peer learning, ഇതൊക്കെ എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആദ്യമേ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. It is very difficult and expensive to use when the class size is large. ഒരു ലാർജ് ഗ്രൂപ്പിൽ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഉപയോഗിക്കാൻ വളരെ പ്രയാസമാണ്. ഇവാലുവേഷൻ ഓഫ് ദിസ് മെത്തേഡ് ഇസ് വെരി ഡിഫിക്കൾട്ട് അല്ലേ. എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ അളക്കുക അല്ലേ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഇവാലുവേഷൻ ഇസ് വെരി ഡിഫിക്കൾട്ട്. ഇനീഷ്യലി ഇറ്റ് വോണ്ട് ബി കംഫർട്ടബിൾ ഫോർ ബോത്ത് ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ദ ലേണിംഗ് ഔട്ട്കം ഇസ് ഡിഫിക്കൾട്ട്. So these are the disadvantages. It is time consuming. Students need orientation. It is very difficult and expensive to use, especially if the class size is very large. Evaluation is difficult. It is initially not comfortable as well as the measurement of learning outcome is difficult. So that is all about problem based learning. Hope you are clear with this. If there are any doubts, please message me. Thank you. Have a nice day.